ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും. അസീർ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റിയാദ്, ജിസാൻ, മദീന തുടങ്ങിയ പല ഭാഗത്തും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. സൗദിയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും മഞ്ഞുവീഴ്ചയുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. അസീർ മേഖലയിലെ അബഹ, കമീഷ് മുഷൈത്ത് ഭാഗങ്ങളിൽ പ്രധാന റോഡുകളിലും തെരുവുകളിലും ആലിപ്പഴ വർഷവും മഴയുമുണ്ടായി. പല ഭാഗത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ആലിപ്പഴം പെട്ടെന്ന് തന്നെ നഗരസഭാ ജീവനക്കാർ നീക്കം ചെയ്ത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി. ബൽഖൻ, ബർഖ്, മഹായിൽ, അൽ മജാരിദ, സാറദ് ഉബൈദ, അഹദ് റുഫൈദ, താരിഫ്, അൽ അംവ, ബിഷ തുടങ്ങിയ സ്ഥലങ്ങളിലും മഴ ലഭിച്ചു. അൽ നമാസ്, തനോമ തുടങ്ങിയ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. പല സ്ഥലത്തും 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരുന്നു താപനില. പല കൃഷിയിടങ്ങളും താഴ്വരകളും വെള്ളം കൊണ്ട് നിറഞ്ഞു. രാജ്യത്തിന്റെ പല ഭാഗത്തും ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. റിയാദ്, ദവാത്മി, അൽറൈൻ, അൽ ഖുവയ്യ, അഫീഫ്, സുൽഫി, മജ്മ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മദീന ഗവർണറേറ്റിലെ അൽ ഊല, ബദർ, ഖൈബർ തുടങ്ങിയ സ്ഥലങ്ങളിലും ജിസാൻ മേഖലയിലെ ഹാരത്ത്, അൽദായർ, അർദ, ഐദാബി തുടങ്ങിയ സ്ഥലങ്ങളിലും മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങളോട് സിവിൽ ഡിഫൻസ് നിർദ്ദേശിച്ചു. അസീറിൽ നിന്നും റസാഖ് നാശരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. യുഎഇയിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 9 ദിവസം വരെ അവധി ലഭിച്ചേക്കും. ഈ മാസം 8-നാണ് അവധി തുടങ്ങുക. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ശവ്വാൽ 3 വരെയും പൊതുമേഖലയ്ക്ക് ഈ മാസം 14 വരെയും അവധി. യുഎഇ മന്ത്രിസഭയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. സ്വകാര്യ മേഖലയ്ക്ക് റമദാൻ 29 ഏപ്രിൽ 8-നാണ് അവധി ആരംഭിക്കുക. ശവ്വാൽ 3 വരെയാണ് അവധി. മാസപ്പിരയുടെ അടിസ്ഥാനത്തിൽ ശമ്പളത്തോടെയുള്ള അവധി ദിനങ്ങൾ 4-ഓ 5-ഓ ലഭിക്കും. ഏപ്രിൽ 9 ചൊവ്വാഴ്ചയോ 10 ബുധനാഴ്ചയോ ആണ് രാജ്യത്ത് ഈദുൽ ഫിത്തർ പ്രതീക്ഷിക്കുന്നത്. തൊട്ടു മുൻപുള്ള വാരാന്ത്യ അവധിയും ശേഷമുള്ള വാരാന്ത്യ അവധിയും കൂടി ചേർത്താൽ 9 ദിവസം വരെ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഒരാഴ്ച അവധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 8 മുതൽ 14 വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 6, 7 തീയതികൾ ശനി, ഞായറായതിനാൽ ജീവനക്കാർക്ക് 9 ദിവസത്തെ തുടർച്ചയായ ഒഴിവു ദിനങ്ങൾ ലഭിക്കും. രാജ്യത്ത് ഈ വർഷം ലഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ അവധിയായിരിക്കും ഇത്തവണത്തേത്. 24 ദുബായ്. റാഫൽ ഡ്രോ ബിഗ് ടിക്കറ്റ് താൽക്കാലികമായി നിർത്തി. ബിഗ് ടിക്കറ്റ് അധികൃതർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം ജനുവരി 1 മുതൽ ദുബായ് ആസ്ഥാനമായുള്ള മഖ്സൂസ് ടിക്കറ്റും എമിറേറ്റ്സ് ഡ്രോയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു. യുഎഇ റെഗുലേറ്ററി ഗെയിമിംഗ് നിബന്ധനകൾക്കനുസൃതമായി പ്രവർത്തനം താൽക്കാലികമായി നിർത്തുന്നുവെന്നാണ് ബിഗ് ടിക്കറ്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് അറിയിപ്പ്. എന്നാൽ ഈ മാസം 3-ന് നടക്കാനിരിക്കുന്ന നറുക്കെടുപ്പിന് മാറ്റമുണ്ടാകില്ല. അബുദാബി ബിഗ് ടിക്കറ്റിന്റെ വെബ്സൈറ്റിലും സമൂഹമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ എല്ലാ മാസവും 3-നാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് നടക്കുന്നത്. പുതിയ ചൂതാട്ട നിയമം അനുസരിച്ച് ജനുവരി മുതൽ രാജ്യത്തെ ഓൺലൈൻ ലോട്ടറികളും നിരോധിച്ചിരുന്നു. ഇതോടെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ വർഷം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന 3-ാമത്തെ പ്രധാന റാഫൽ ഡ്രോ ഓപ്പറേറ്റർ ആവുകയാണ് ബിഗ് ടിക്കറ്റ്. മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരാണ് ബിഗ് ടിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയികളായിട്ടുള്ളത്. 92-ലാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് തുടങ്ങിയത്. 1992-ലാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് ആരംഭിച്ചത്. 24 ദുബായ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനത്തിനായി ജിദ്ദയിലെ മലയാളികൾ കൈകോർക്കുന്നു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന വിപുലമായ സഹായ സമിതി രൂപീകരിച്ചു. മോചനദ്രവ്യം സ്വരൂപിക്കുന്നതിനായി ക്യാമ്പയിൻ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മോചനദ്രവ്യമായ 34 കോടി രൂപ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സുമനസുകൾ. ഏപ്രിൽ 16-നകം ഇത്രയും തുക സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ജിദ്ദയിൽ വിപുലമായ സഹായ സമിതി രൂപീകരിച്ചു. ജിദ്ദയിലെ വിവിധ മലയാളി സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി സജീവമായ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു. അതുപോലെ ഈ വലിയ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഈ വലിയ യജ്ഞത്തിൽ, ഈ വലിയ മുന്നേറ്റത്തിൽ ജിദ്ദയിലെ എല്ലാ വിഭാഗം മത, രാഷ്ട്രീയ, കക്ഷി, ജാതി, മത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകളെയും സംവിധാനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ആ ഫണ്ട് ശേഖരണം പൂർത്തിയാക്കാനും വിജയിപ്പിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഈ സമിതി മുന്നോട്ട് പോകുന്നതാണ്. നമ്മൾ ഏവരും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സഹോദരനെ നമുക്ക് പുറത്തിറക്കാൻ കഴിയും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയൊരു ഫണ്ടാണ്. ആ ഫണ്ട് സമാഹരണം എല്ലാ ഭാഗത്തും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ജിദ്ദയിലും അതിന്റെ സമാഹരണം നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ജനകീയ കമ്മിറ്റി ഇന്നിവിടെ തുടങ്ങിയിട്ടുണ്ട്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.
അബൂബക്കർ അരിമ്പ്ര ചെയർമാനും ഷിബു തിരുവനന്തപുരം ജനറൽ കൺവീനറും ഹക്കീം പാറക്കൽ ട്രഷററും ഹിഫ്സുർ റഹ്മാൻ ചീഫ് കോർഡിനേറ്ററുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ആലുങ്ങൽ മുഹമ്മദ്, VP മുഹമ്മദ് അലി, KP മുഹമ്മദ് കുട്ടി, അഹമ്മദ് പാളയാട്ട്, ബേബി നീലാമ്പ്ര എന്നിവർ രക്ഷാധികാരികളാണ്. സ്പോൺസറുടെ മകൻ മരിച്ച കേസിലാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത്. റഹീമിന് മാപ്പ് നൽകാൻ സ്പോൺസറുടെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപയാണ്. ഇത് ഏപ്രിൽ 16 നൽകണമെന്നാണ് നിർദ്ദേശം. ജലീൽ കണമംഗലം, 24 ജിദ്ദ. പ്രത്യാശയുടെ സന്ദേശം പകർന്ന ബഹ്റൈനിലെ ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. ഈസ്റ്ററിനോടനുബന്ധിച്ച് ബഹ്റൈനിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. സഭാ നേതാക്കൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കുരിശിലേറ്റിയ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി മനാമ തിരുഹൃദയ ദേവാലയത്തിൽ വെച്ച് ഈസ്റ്റർ തിരുകർമ്മങ്ങളിൽ ബഹ്റൈൻ മലയാളി കത്തോലിക്ക സമൂഹം പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫ്, ഫാദർ എബിൻ എബ്രഹാം എന്നിവരാണ് കാർമ്മികത്വം വഹിച്ചത്. തീ കായൽ, വെള്ളം, തീ വെഞ്ചരിപ്പ് കർമ്മവും ഇതോടൊപ്പം നടന്നു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ മലങ്കര സഭയുടെ മാവേലിക്കര ഭദ്രസനാധിപൻ അഭിവന്ദ്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി, സഹവികാരി ഫാദർ ജേക്കബ് തോമസ്, ഫാദർ തോമസ് ഡാനിയൽ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ നടന്നത്. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളി, ബഹ്റൈൻ സെന്റ് ഗ്രിഗോറിയാസ് ക്നാനായ പള്ളി എന്നിവിടങ്ങളിലും ഈസ്റ്റർ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 24 ബഹ്റൈൻ. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ മെഗാ ഇഫ്താർ സംഘടിപ്പിച്ചു. ക്ലബ്ബ് അംഗങ്ങളും ഫുട്ബോൾ പ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കാൽപന്ത് മൈതാനങ്ങളിലെ വീറും വാശിക്കുമപ്പുറത്ത് പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു മഹാസംഗമം കൂടിയായി മാറി ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ മീറ്റ്. ഡിഫക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 24ഓളം ക്ലബ്ബിലെ കളിക്കാരും ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ ആരാധകരും പൊതുസമൂഹത്തിലെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും അടക്കം 1000ഓളം പേർ ഒരിടത്ത് സംഗമിച്ചപ്പോൾ ഡിഫക്ക് ഇത് ചരിത്ര നിമിഷം. ആദ്യമായിട്ടാണ് ദമാമിൽ ഇത്രയും വലിയ ഒരു ഇഫ്താർ മേളയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. വളരെ എല്ലാ കളിക്കാരെയും അതുപോലെ തന്നെ മാനേജേഴ്സ്, സപ്പോർട്ടേഴ്സ് എന്ന് വേണ്ട എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന വലിയൊരു മഹാമേള തന്നെയാണിത്. എന്തായാലും സംഘാടകർക്ക് അഭിനന്ദനങ്ങളുണ്ട്. ദിഫയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്ലെയേഴ്സിനെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും അതുപോലെ ദിഫ ഭാരവാഹികൾ എല്ലാവരെയും ഒന്നിച്ച് ഇത്രയും വിപുലമായ രീതിയിൽ ഇത്രയും വലിയ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ദിഫയുടെ ഭാരവാഹികൾ, മറ്റു സംഘാടകർ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഫുട്ബോൾ കളി കാണാൻ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ഒരു ഇഫ്താർ മീറ്റിന് പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട്, അസ്സലായിട്ടുണ്ട്. കളിക്കളത്തിൽ കൊടുത്തും വാങ്ങിയും പൊരുതിക്കളിച്ചും കാണികൾക്ക് ഫുട്ബോളിന്റെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച കളിക്കളത്തിലെ രാജാക്കന്മാരെല്ലാം ഒരേ സുപ്രയിൽ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിഭവങ്ങൾ വിളമ്പിയപ്പോൾ കൈമാറിയത് അതിരുകളില്ലാത്ത പരസ്പര സൗഹൃദ സ്നേഹ സന്ദേശത്തിൻ്റെ മറ്റൊരു അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു. ഏകദേശം 1000ഓളം പേർ പങ്കെടുത്ത ഈ മെഗാ ഇഫ്താർ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ഒരു ഇഫ്താർ കൊണ്ട് ഡിഫ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കളിക്കളത്തിൽ വീറും വാശിയും കൂടി നമ്മൾ പരസ്പരം കളിക്കും. ആ കളിക്കാർക്കാണ് ഉപരിയായിട്ട് നമ്മുടെ സൗഹൃദവും നമ്മുടെ പരസ്പരമുള്ള ധാരണയും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഫ്താർ ഒരുമിച്ചിരിക്കുന്നത്. ഇഫ്താറിൽ ഏകദേശം ക്ലബിൽ നിന്നും പങ്കെടുത്തു എല്ലാവരും. ഏകദേശം പ്ലേയേഴ്സ് തന്നെ 600-ൽ പരം പ്ലേയേഴ്സും 200-ൽ പരം സപ്പോർട്ടേഴ്സും മറ്റു അഭിനയകാംക്ഷികളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ നന്ദി, ഇത് വമ്പിച്ചൊരു വിജയമാക്കിയത്. ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇഫ്താർ മീറ്റിൽ അൽക്കോബർ ഹിദായ ജാലിയാത്ത് പ്രബോധകൻ അജ്മൽ മദനി റമദാൻ സന്ദേശവും നൽകി. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിച്ച 35ഓളം പേർക്ക് സമ്മാനവും നൽകി. ഡിഫ ജനറൽ സെക്രട്ടറി റഷീദ് മാളിയേക്കൽ, ജുനൈദ് നീലേശ്വരം, ആഷി നെല്ലിക്കുന്ന്, ജിഫ്രി ദല്ല, വിൻസെന്റ്, ആസിഫ് കൊണ്ടോട്ടി, റാസിഖ് വള്ളിക്കുന്ന്, നാസർ വെളിയത്ത്, ഷമീം കുനിയിൽ, സഹീർ മജ്ദാൽ, ഫവാസ് കോഴിക്കോട്, ഷഫീർ മണലോടി, അസു കോഴിക്കോട് എന്നിവർ മെഗാ ഇഫ്താർ മീറ്റിന് നേതൃത്വവും നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. കോൺസുലേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 5 പേർ കൊല്ലപ്പെട്ടു. റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ
മുഹമ്മദ് റസ സഹേദിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇസ്രായേലിന്റേത് ഭീകരാക്രമണമെന്ന് ഇറാൻ പ്രതികരിച്ചു. ആക്രമണത്തെ അപലപിച്ച് സിറിയൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തി. വ്യോമാക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സിപിഐഎമ്മിനെ കുരുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും കത്ത് നൽകി. വിരട്ടാൻ നോക്കേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. സിപിഐഎമ്മിനെതിരെ കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി. കരുവന്നൂരിലെ കള്ളപ്പണം വെളുപ്പിക്കലിൽ സിപിഐഎമ്മും പങ്കാളിയായെന്ന് ജനുവരി 16 അയച്ച കത്തിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, റിസർവ് ബാങ്ക്, കേന്ദ്ര ധനമന്ത്രാലയത്തിലെ റവന്യൂ വിഭാഗം എന്നിവർക്കാണ് കത്ത്. കരുവന്നൂരിൽ സിപിഐഎമ്മിന് 5 അക്കൗണ്ടുകളുണ്ട്. കേരള സഹകരണ ചട്ടവും ബാങ്ക് നിയമാവലിയും മറികടന്നാണ് അക്കൗണ്ട് തുറന്നത്. ബാങ്ക് പ്രതിസന്ധിയിലാകും മുമ്പ് 90% പണവും സിപിഐഎം പിൻവലിച്ചു. 17 ഏരിയ കമ്മിറ്റികൾക്കായി 25 അക്കൗണ്ടുകൾ തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലായി സിപിഐഎമ്മിനുണ്ടെന്നും കത്തിൽ പറയുന്നു. ഈ അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിൽ ഇല്ലെന്നും ഇഡി ചൂണ്ടിക്കാട്ടി. സിപിഐഎമ്മിനെ വിരട്ടാൻ ഇഡി നോക്കേണ്ട എന്നാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം. രഹസ്യ അക്കൗണ്ട് പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കേജ്രിവാളിനെ പോലുള്ള അറസ്റ്റ് ചെയ്യുന്ന ഇഡിക്ക്, അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? പ്രതികരണം പിന്നീടാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. സിപിഐഎം ബിജെപി ചങ്ങാത്തം മറയ്ക്കാനുള്ള പ്രഹസനം മാത്രമാണ് ഇഡിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല സെൻഡർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ മാത്രമേ ഉള്ളൂ. എം വി ഗോവിന്ദന് മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. പേടിയില്ലാത്തവരെന്തിനാ പേടിപ്പിക്കേണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ധൈര്യമായിട്ടൊക്കെ നടന്നാൽ പോലെ. ധൈര്യമില്ലാത്തത് കൊണ്ടാണല്ലോ പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ടറൽ ബോണ്ടിനെതിരായ നിയമ നടപടികളിലൂടെ സിപിഐഎം ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ഇഡി നീക്കത്തിന് പിന്നിലെന്ന് ഇടത് നിരീക്ഷകർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് 24. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ സിപിഐഎം ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനാണ് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് ഇഡി ആവശ്യപ്പെട്ടത്. ഇതിനു മുൻപ് 3 തവണ എം എം വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. സമൻസ് ലഭിച്ചിട്ടില്ല എന്ന് എം എം വർഗീസ് പ്രതികരിച്ചു. മസാല ബോണ്ട് കേസിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് നൽകിയ ഉപഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സമൻസ് സ്റ്റേ ചെയ്തതായി കണക്കാക്കാൻ അനുവദിക്കരുത് എന്ന് ഇഡി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വരെ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താനാണ് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചത് എന്ന് കോടതി പറഞ്ഞു. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അടിയന്തര ഇടക്കാല ആശ്വാസമില്ല. സംസ്ഥാനം സമർപ്പിച്ച സ്യൂട്ട് ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കേരളവും കേന്ദ്രവും പലവട്ടം നടത്തിയ ചർച്ചകളിലും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്നാണ് നടപടി. വിധി പകർപ്പിൽ കേരളത്തിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത്. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 21,000 കോടി രൂപയുടെ വായ്പാ പരിധി സംസ്ഥാനത്തിന് കുറച്ചിരുന്നു. 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ കാലയളവിൽ സംസ്ഥാനത്തിന് അനുവദിച്ച ചില തുകകൾ അധികമായിരുന്നുവെന്ന് വ്യക്തമാക്കിയായിരുന്നു നടപടി. അടിയന്തരമായി 10,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ സുപ്രീം കോടതിയിലെ ഇടക്കാല ആശ്വാസ അഭ്യർത്ഥന. അധിക വായ്പ എടുക്കാൻ അർഹതയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ സംസ്ഥാനത്തിനായില്ല എന്നതടക്കം ഗുരുതര പരാമർശങ്ങളാണ് സുപ്രീം കോടതി ഉത്തരവിലുള്ളത്. 13,608 കോടി രൂപ സംസ്ഥാനത്തിന് വിവിധ ഘട്ടങ്ങളിലായി ലഭിച്ചതായും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തിന് അനുകൂലമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് കാരണമാകും. അധിക വായ്പാ ബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ വരും വർഷങ്ങളിലെ കടമെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താം എന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇതു സംബന്ധിച്ച് ഭരണഘടനയുടെ 293 അനുച്ഛേദം ഇതുവരെ സുപ്രീം കോടതിയുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. വിശാല ബെഞ്ച് അത് പരിഗണിക്കുന്നതാകും ഉചിതമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം സുപ്രീം കോടതി വിധി തിരിച്ചടിയല്ലെന്നാണ് സംസ്ഥാന ധനമന്ത്രിയുടെ വിലയിരുത്തൽ. കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഫെഡറലിസത്തിന്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. 5-അംഗ ഭരണഘടനാ ബെഞ്ചാകും കേസ് ഇനി പരിഗണിക്കുക. സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനം കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി സംസ്ഥാനത്തിന് നൽകുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം സംസ്ഥാനത്തിന് അടുത്ത സാമ്പത്തിക വർഷത്തിലടക്കം നൽകുന്ന ബാധ്യത വലുതായിരിക്കുകയും ചെയ്യും. സുപ്രീം കോടതിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.
മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി. കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നും ഫോണിന്റെ പാസ്വേഡ് നൽകിയില്ല എന്നും ഇഡി കോടതിയെ അറിയിച്ചു. രാവിലെ 11:30ഓടെയാണ് ഇഡി സംഘം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണമെന്ന് ഇഡി കോടതിയോട് ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിച്ച കോടതി കെജ്രിവാളിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കെജ്രിവാളിന് 3 പുസ്തകങ്ങളും ജപമാലയും മരുന്നും നൽകാൻ അനുവദിക്കണമെന്ന ആവശ്യം അഭിഭാഷകൻ മുന്നോട്ടുവച്ചു. ഇഡി നടപടിയിൽ ഡൽഹിയിലെ ജനങ്ങൾ കൃത്യമായി മറുപടി നൽകുമെന്ന് സുനിത കെജ്രിവാൾ പ്രതികരിച്ചു. വൈകിട്ട് 4 മണിയോടെ തിഹാർ ജയിലിൽ എത്തിച്ച കെജ്രിവാളിനെ ജയിൽ നമ്പർ 2-ലാണ് പാർപ്പിക്കുന്നത്. തിഹാർ ജയിലിന് മുന്നിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ അനുമതി തേടാമെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഒരു പാർട്ടിക്ക് എതിരെയും കർശന നടപടി ഉണ്ടാകില്ലെന്ന് ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. കോടതി ഇടപെടൽ സ്വാഗതം ചെയ്ത കോൺഗ്രസ് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത 135 കോടി രൂപ തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനി കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് വഴിമുടക്കില്ല. പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് 135 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു. കോൺഗ്രസ് 3500 കോടി രൂപയെങ്കിലും നികുതി കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാനുമുണ്ട്. എങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മുൻവിധി സൃഷ്ടിക്കാൻ വകുപ്പ് ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ നടപടികൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഉണ്ടാകില്ല. ആദായ നികുതി വകുപ്പിന്റെ നിലപാടിന്മേൽ അടിയന്തര താൽക്കാലിക ഉത്തരവിന് പ്രസക്തിയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. സുപ്രീം കോടതി നടപടിയോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ഇങ്ങനെ: കോൺഗ്രസ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രതികരണമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാർട്ടിയെ ഫൈനാൻഷ്യലായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാപദ്ധതിയായിരുന്നു നരേന്ദ്രമോദി നേരിട്ട് ആസൂത്രണം ചെയ്തത്. കേസിന്റെ തുടർ നടപടികൾ ഇനി തെരഞ്ഞെടുപ്പ് അവസാനിച്ച ശേഷം ജൂലൈ 24-നാണ് നടക്കുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ പി രവിയച്ചൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. കേരളത്തിനായി 55 മത്സരങ്ങൾ കളിച്ച രവിയച്ചൻ 1107 റൺസും 125 വിക്കറ്റും സ്വന്തമാക്കി. 1952 തിരുവിതാംകൂർ കൊച്ചി ടീമിന് വേണ്ടിയാണ് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചത്. കേരളത്തിനായി ആദ്യമായി 1000 റൺസ് നേടിയ താരമാണ് രവിയച്ചൻ. മൃതദേഹം രാവിലെ വീട്ടിലും തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിലുമായി പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3-ന് ചേന്നമംഗലത്തെ പാലിയത്ത് കുടുംബ വീട്ടിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിലെ അക്കോളയിലും തെലങ്കാനയിലെ വാറങ്കലിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. റായ്ബറേലിയിലും അമേഠിയിലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക വെള്ളിയാഴ്ച പുറത്തിറക്കും. വരുന്ന ശനിയാഴ്ച ജയ്പൂരിലും ഹൈദരാബാദിലും കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കും. ജയ്പൂരിലെ റാലിയിൽ സോണിയാഗാന്ധി പങ്കെടുക്കും. ഡൽഹിയിലെ ഇന്ത്യ മുന്നണി റാലിക്ക് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മണിപ്പൂർ കലാപം ഉൾപ്പെടെ സുപ്രധാന പ്രശ്നങ്ങളിൽ രാഹുൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കലാപഭൂമിയിൽ രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയ കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. ഇന്ത്യ സഖ്യത്തെ കെ സുരേന്ദ്രൻ പരിഹസിച്ചു. ജനാധിപത്യത്തെ തകർക്കാനാണ് BJPയുടെ ശ്രമമെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിന് പല വിഷയങ്ങളിലും നിലപാടില്ലെന്ന് കുറ്റപ്പെടുത്തി. മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ടതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആനി രാജയ്ക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ചോദ്യം. കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? പൗരത്വ ഭേദഗതി മതനിരപേക്ഷത തകർക്കാനുള്ള RSS അജണ്ടയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി. വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിലെ തെരുവുകളിലൂടെ പോയി അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ക്യാമ്പുകളിൽ പോയി ആശ്വസിപ്പിച്ച ആളല്ലേ രാഹുൽ ഗാന്ധി.
അത് അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം. ഇന്ത്യ സഖ്യം പരിഹാസ്യമെന്ന് കെ സുരേന്ദ്രൻ. ദില്ലിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നത്? വളരെ വിചിത്രമായ ഒരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ മാസം 3-ന് വയനാട്ടിലെത്തും. 24 കോഴിക്കോട്. BJP ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ തന്റെ പോസ്റ്റർ വിതരണം ചെയ്യുന്നില്ല എന്നും പ്രചാരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുകയാണെന്നുമാണ് സ്ഥാനാർത്ഥിയുടെ പരാതി. പരാതിക്ക് പിന്നാലെ RSS ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംവിധാനമൊരുക്കി. BJP ജില്ലാ നേതൃത്വത്തെ ഞെട്ടിച്ചാണ് കൃഷ്ണകുമാർ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇതോടെ തുടങ്ങിയതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിസ്സംഗത. സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനാൽ പോസ്റ്ററുകൾ അച്ചടിക്കാൻ താമസം ഉണ്ടെന്നായിരുന്നു തുടക്കത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ വാദം. ഇതോടെ കൃഷ്ണകുമാർ സ്വന്തമായി പോസ്റ്ററുകൾ തയ്യാറാക്കി. എന്നാൽ ഇത് വിതരണം ചെയ്യാൻ ജില്ലാ നേതൃത്വം തയ്യാറായില്ല. പുതിയ പ്രിന്റിംഗ് ഓർഡറുകൾ നൽകിയതുമില്ല. താൻ സ്വന്തം നിലയ്ക്ക് അച്ചടിച്ച പോസ്റ്ററുകൾ പോലും ജില്ലാ നേതൃത്വം വിതരണം ചെയ്യുന്നില്ല. ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തിനെ പരാതി അറിയിച്ചത്. പരാതി ബോധ്യപ്പെട്ട RSS കൊല്ലത്തെ ജില്ലാ നേതൃത്വത്തെ കൊണ്ട് പണിയെടുപ്പിക്കാനായി സംയോജകനെ ചുമതലപ്പെടുത്തി. BJP മത്സരിക്കുന്ന കൊല്ലം മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രത്യേകയാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നായിരുന്നു വിവരം. ഇതിനെ വെട്ടിയാണ് പാർട്ടി നേതൃത്വം നടൻ കൂടിയായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിലുള്ള അതൃപ്തിയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിസ്സംഗതയ്ക്ക് കാരണമെന്നാണ് വിവരം. മോദി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ച കടുത്ത ചൂടിലും മണ്ഡലത്തിൽ സജീവമാകാൻ കൃഷ്ണകുമാർ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ കൃഷ്ണകുമാറിനെ കാലുവാരാൻ ശ്രമിക്കുന്നത്. കൊല്ലത്ത് അരുൺ രാജ്, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-നെ പിന്തുണയ്ക്കുമെന്ന് SDPI പിന്തുണ സ്വീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പറഞ്ഞില്ല. എല്ലാവരുടെയും വോട്ടിന് ഒരേ മൂല്യമാണ് എന്നാണ് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചത്. ദേശീയ തലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ SDPI നേതാക്കൾ കേരളത്തിൽ പിന്തുണ UDF-നാണെന്ന് വ്യക്തമാക്കി. ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചത്. ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. കേരളത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. SDPI-യുമായി ഒരു ധാരണയും ഇല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. ഞങ്ങൾ SDPI-യുമായിട്ട് ഒരു ധാരണയിലും UDF സംസാരിച്ചിട്ടില്ല. അവരുമായിട്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല. ഒരു ധാരണയിലെത്തിയിട്ടില്ല. പിന്തുണ സ്വീകരിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് MM ഹസൻ. അവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരു സംഘടന ഞങ്ങളുടെ സംഘടന ആലോചിക്കും. SDPI പിന്തുണയുടെ കാര്യത്തിൽ CPIM-നും BJP-ക്കും വിമർശനത്തിനിട നൽകാതെ കരുതലോടെ നീങ്ങാനാണ് UDF-ന്റെ തീരുമാനം. 24 കാസർഗോഡ്. രാഹുൽ ഗാന്ധിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ച റാലിയിലെ മാച്ച് ഫിക്സിംഗ് പരാമർശങ്ങൾക്കെതിരെയാണ് പരാതി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിലെ സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പൊതുയോഗത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹവും അസത്യവുമാണെന്ന് BJP പരാതിയിൽ പറയുന്നു. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.